ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്. അപ്പോൾ മാർക്കറ്റിൽ ഏറ്റവും ചർച്ച എന്ന് പറയുന്നത് എന്തുകൊണ്ട് മാർക്കറ്റ് ഫോളായി എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യനായിട്ട് അവിടെ വരുന്നത്. നമ്മുടെ ഗ്രൂപ്പിനകത്ത് നമ്മൾ സ്ഥിരമായിട്ട് പറയുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. ഞാൻ ചാർട്ടിലേക്ക് വരാം, ഒരു മിനിറ്റ്. ഓക്കെ, ചാർട്ടിലേക്ക് വരുന്നതിന് മുന്നേ ആദ്യം നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഇന്നലെ എങ്ങാണ്ട് ഡൽഹി വരെയുടെ ഒരു എൻട്രി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ കാണുന്നുണ്ടോ? അത് നിങ്ങൾക്ക് കൂടെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. ഇത് ഈ ഒരു ഏരിയയിൽ നിന്നിട്ടാണ് ഇത് വീഴുന്നത് അല്ലേ. അപ്പോൾ ഈ ഏരിയയ്ക്ക് മുന്നിൽ നമുക്ക് എൻട്രി ഉണ്ട് എന്നുള്ളതും ഈ ഏരിയയ്ക്ക് താഴെ എക്സിറ്റ് ഉണ്ട് എന്നുള്ളതുമാണ്, അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഡൗൺ ഉണ്ട് എന്നുള്ളതും അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊരു ഡിസെൻഡിങ് ട്രയാങ്കിളാണ്. ഡിസെൻഡിങ് ട്രയാങ്കിൾ ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ അവിടെ ഉള്ളൂ. നല്ല എൻട്രി കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ ആ ട്രേഡ് ഇതുവരെ ട്രിഗർ ആയിട്ടില്ല. അത് ഈ വീഡിയോ കാണുന്ന ഒരാൾക്ക് ആരാണ് ചോദിച്ചതെന്നുള്ളത് എനിക്ക് മറന്നു പോകാറുണ്ട്. ബിക്കോസ് കുറച്ച് അധികം മെസ്സേജസ് വരുമ്പോൾ നമുക്കത് വിട്ടുപോകും. എന്തായാലും ഇതായിരുന്നു ആ ഒരു ട്രേഡിൻ്റെ സെറ്റപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ നിഫ്റ്റി 50യെ കുറിച്ചിട്ടാണ്. ഇതിപ്പോൾ ഇത് പ്രൈസ് ആക്ഷനാണ്. ഇത് കാണുന്നുണ്ടോ? പ്രൈസ് ആക്ഷനിൽ ഈ ഒരു ലെവലൊക്കെ ഓരോ ലെവലിനും എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഇത് ഞാൻ എത്രയോ കാലങ്ങളായിട്ട് വരച്ച് വെച്ചിരിക്കുന്ന ചാർട്ടാണ്. എവിടെ വരുമ്പോഴാണ് അടുത്ത് തിരിച്ച് ബൈയിങ് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. തിരിച്ച് എവിടെ നിന്നാണ് സെല്ലിങ്, എവിടെ ബ്രേക്ക് ചെയ്തപ്പോഴാണ് സെല്ലിങ് വരുന്നത് എന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമ്മൾ സ്ഥിരം പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതെ, ഓരോ ഏരിയാസും വളരെ സിമ്പിളായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ശരി, നമുക്ക് നമ്മുടെ ചാർട്ടിനുള്ളിലേക്ക് വരാം. ഇപ്പോൾ ഇതെടുത്ത് നോക്കിയാൽ ഇത് ഞാൻ കുറച്ച് സമയമായിട്ട് ഞാൻ നിങ്ങളുടെ സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ. ഈ ഏരിയയ്ക്ക് മേളിൽ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്ന ഒരു ഏരിയ നമുക്ക് ഏറ്റവും ഒരു ഏരിയ ബ്രേക്ക് ചെയ്തു. മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് തിരിച്ച് അതിന് മേളിൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്ലോസിങ് 25,100 മേളിൽ ഞാൻ ഒരു 10 സ്റ്റോക്കോളം വാച്ച് ലിസ്റ്റ് തന്നു അല്ലേ. എന്നിട്ട് ഞാൻ നല്ലൊരു ക്യാൻഡിൽ വരുമ്പോൾ ഞാൻ എൻട്രി എടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുവരെ എനിക്ക് എൻട്രി എടുക്കാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് അറിയാമോ? നമ്മൾ ആ ട്രേഡ് തരുന്ന ദിവസം ഏതാണ്ട് ഈ ഒരു ഏരിയയാണ്. 15 മെയ്യിലാണ്. നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും. 15 മെയ്യിലായിരിക്കും ഞാൻ രാവിലെ ആ മെസ്സേജ് ഇട്ടിരിക്കുക. നല്ലൊരു ക്യാൻഡിൽ, അന്നത്തെ ദിവസം റെഡ് ക്യാൻഡിലാണ്. നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ കിട്ടാത്തത് കാരണം എൻട്രി എടുക്കാണ്ട് വെയിറ്റ് ചെയ്ത് നിന്ന അവസ്ഥയായിരുന്നു. അത് കാരണം എൻട്രി കിട്ടിയിട്ടില്ല. നിങ്ങൾക്കും അത് ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് എപ്പോഴാണോ ട്രേഡ് എടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 25,100 മേളിൽ ഒരു ക്ലോസിങ് കിട്ടണം. നല്ലൊരു ഗ്രീൻ ക്ലോസിങ്. ഇത്രയും സ്ട്രെങ്ത് ആയിട്ടുള്ളൊരു ക്യാൻഡിൽ വേണമെന്നില്ല. അറ്റ്ലീസ്റ്റ് ഇതുപോലെ ഒരു സ്ട്രെങ്ത് ആയിട്ടുള്ള ഒരു ക്യാൻഡിലെങ്കിലും. ഇത് താഴെയാണ് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞ ആ ക്യാൻഡിലിൻ്റെ ക്വാളിറ്റിയാണ് പറയുന്നത്. ഇതുപോലത്തെ ഒരു ക്യാൻഡിൽ നമുക്കിവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എൻട്രി ട്രിഗറാക്കും എടുക്കാൻ. അങ്ങനെ ഒരു മാർക്കറ്റ് നമുക്ക് അനുവദിച്ചിട്ടില്ല ഇതുവരെ. അത് വരുമ്പോൾ നിങ്ങൾക്ക് ആ ട്രേഡ്സ് ട്രിഗർ ചെയ്യാം. ഇല്ലെങ്കിൽ ഇതിപ്പോൾ തിരിച്ച് താഴെ വന്ന സ്ഥിതിക്ക് ഇവിടെ നിന്നിട്ട് തിരിച്ച് ആ ഒരു ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്താലും നമുക്ക് വേണമെങ്കിൽ അത് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്താ നിഫ്റ്റിയിൽ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിഫ്റ്റിയിലൊരു ഏരിയയിലെത്തിയപ്പോൾ പ്രോഫിറ്റ് ബുക്കിംഗ് കിട്ടി. ഇതൊരു ട്രെൻഡായിരുന്നു. അത്യാവശ്യം 1-2 ലെവലുകൾ, 1.5 ലെവലോളം ജമ്പ് ചെയ്ത് ഏതാണ്ട് ഇതിനടുത്ത് വന്നപ്പോഴേക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആയിരുന്നു 25,000. സൈക്കോളജിക്കൽ ഏരിയയിലെത്തിയപ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് സംഭവിക്കുകയും അതിന് കറക്ഷൻ സംഭവിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ കയറിപ്പോയതിൽ നിന്ന് എവിടെ നിന്നാണ് ഇത് കയറിപ്പോയതെന്ന് കാണുന്നുണ്ട്. ഇതിൻ്റെ ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇതിനൊരു കറക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. ചെറിയൊരു കറക്ഷൻ ഇവിടെ വന്നു. എന്നാൽ അതേ സെക്കൻഡിൽ തന്നെ ഇത് തിരിച്ചു വന്നു. അടുത്ത് വീണ്ടും ഒരു കറക്ഷൻ വന്നു. അതേ സെക്കൻഡിൽ ഇത് ബൗൺസ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഇമ്പൾസീവായിട്ടുള്ളൊരു റിക്കവറി എന്ന് പറയുന്നതിന് പകരം യഥാർത്ഥത്തിൽ മാർക്കറ്റിനൊരു സ്ലോ ആയിട്ടുള്ളൊരു റിക്കവറിക്ക് കൂടെ സാധ്യത വേണ്ടതാണ്. യഥാർത്ഥത്തിൽ എപ്പോഴും ഇങ്ങനെ ഇമ്പൾസീവ് റിക്കവറി അല്ല, മാർക്കറ്റിൻ്റെ സ്ലോ ആയിട്ടുള്ളൊരു പേസ്, ഒരു സ്വിങ് ഏരിയ എന്നുള്ളത് മാർക്കറ്റിലിപ്പോൾ അധികം വരുന്നില്ല. മാർക്കറ്റിൽ ഏതാണ്ട് ഈ ഒരു ഏരിയയിൽ ഒരു ഏരിയ ഉണ്ട്. ഇതെവിടെ ഇങ്ങനെ ഒരു സ്വിങ് ഏരിയ പോയിൻ്റാണ്. പക്ഷേ ഇതിൻ്റെ ട്രെൻഡ് താഴേക്കായിരുന്നു. ഇവിടെ ഉണ്ടാകേണ്ടതായിരുന്നു. ഇവിടെ ഒരു സ്വിങ് ഏരിയ വന്ന് കുറച്ച് സമയം, അതായത് മാർക്കറ്റ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യണമല്ലോ. ഇത് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ കയറിപ്പോയി. അപ്പോൾ ഞാൻ ഈ പറയുന്നതിൽ കുറച്ച് കാര്യമായിട്ടുള്ളൊരു സംഭവമുണ്ട്. ഇപ്പോൾ ബൈ ചെയ്തോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും ബൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാ പേർക്കും അവിടെ ഒരു എൻട്രി, അതായത് ഞാൻ പറയുന്ന FIയുടെ കാര്യമാണ് കേട്ടോ. അപ്പോൾ അവിടെ നമ്മളെ എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് റീറ്റെയിലേഴ്സ് ഈ മാർക്കറ്റിനകത്ത് നിൽപ്പുണ്ട്. ഈ റീറ്റെയിലേഴ്സിനെ എക്സിറ്റ് ചെയ്യിക്കുമ്പോഴായിരിക്കും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് എൻട്രി കിട്ടുക. ഇവിടെ ഇത്രയും വീഴാനുള്ളതോ ഇല്ലെങ്കിൽ മാർക്കറ്റിൽ നമ്മൾ ഇത്രയും പാനിക് ആകേണ്ട റീസൺ ഉണ്ടോ?
റീസൺ ഇല്ല അല്ലേ? റീസൺ ഇല്ലാതിരിക്കുമ്പോഴും പ്രൈസ് ഇത്രത്തോളം വീഴുന്നുണ്ടെങ്കിൽ അത് അവർ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പ്രൈസിന് താഴെ കൊണ്ടുവരുന്നതും ആകാം. ഇതിന് സോളിഡ് പ്രൂഫ് ഇല്ല. ബിക്കോസ് മാർക്കറ്റ് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന വേക്ക് അനുസരിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുക. എനിക്ക് ഫീൽ ചെയ്യുന്നത്, ഒന്ന്, ഇത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ട ഏരിയ തന്നെയായിരുന്നു. 25,000 ഇത് അറ്റ്ലീസ്റ്റ് ഒരു 500 പോയിൻറ്റ് കറക്റ്റ് ചെയ്ത് ഇതൊരു സ്വിങ് ഏരിയ ഇങ്ങനെ എടുത്ത് ഒരു സപ്പോർട്ട് എടുത്ത് പോകേണ്ടത്. ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി ഒരു 2-3 വീഡിയോയ്ക്ക് മേളിൽ ഞാൻ ആദ്യമായിട്ട് വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് ഈ വീക്കിൻ്റെ ഫസ്റ്റിലാണെന്ന് തോന്നുന്നു. മൺഡേയിൽ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, മാർക്കറ്റ് ടോപ്പിൽ നിന്ന് ഇനി ഒരു സ്വിങ് ഏരിയ എടുത്ത് പോകണം എന്നുള്ളത്. സ്വിങ് ഏരിയയ്ക്ക് വരുമ്പോൾ മാർക്കറ്റ് ഫോളോ ചെയ്യുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനതിൽ ഓക്കെ ആയിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ സംഭവിക്കേണ്ടത് എന്താണോ അതേ സംഭവിക്കുന്നുള്ളൂ. പക്ഷേ ഇത് ഒരൊറ്റ ക്യാൻഡിൽ ഇങ്ങനെ ഇവിടെ വീഴുവാണെങ്കിൽ അത് ഞാനും ചിലപ്പോൾ പാനിക് ആകണം. ബിക്കോസ് അങ്ങനെ ഒരു മാർക്കറ്റ് അവിടെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊരു യൂഷ്വൽ കറക്ഷനാണ്. മാർക്കറ്റിന് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നപ്പോൾ എല്ലാവരും കൂടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത്, കൊച്ചിൻ ഷിപ്പ്യാർഡൊന്നും അങ്ങനെയൊന്നുമല്ല കേട്ടോ. അതിൽ വളരെ ഭീകരമായിട്ടുള്ള ഓൾമോസ്റ്റ് 20% അടുപ്പിച്ച് വീഴുന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊന്നും ഇതിൽ കൂട്ടാൻ പറ്റത്തില്ല. സാധാരണമായി പല സ്റ്റോക്സും 3-4% മേളിൽ വീഴുന്ന സ്റ്റോക്സ് ഉണ്ട്. സോ അതിന് ഇതിൻ്റെ ഉള്ളിൽ കൂട്ടാന്നുള്ളതാണ്. അപ്പോൾ ഒന്ന്, ഇതിൻ്റെ സപ്പോർട്ടിലേക്ക് ഇത് വന്നാണ്. രണ്ടാമത്തത്, ഈ എല്ലാ റീറ്റെയിലേഴ്സിൻ്റെ കയ്യിൽ ഇപ്പോൾ പുതിയ പൊസിഷൻസ് ഉണ്ട്. അപ്പോൾ ആ പൊസിഷൻസിനെ അവർക്ക് എക്സിറ്റ് ചെയ്യിപ്പിച്ച്, ലോവർ പ്രൈസിൽ എക്സിറ്റ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അവർക്ക് എൻട്രി എടുക്കാൻ പറ്റും. ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ലോവർ പ്രൈസസിൽ സ്റ്റോക്കിനെ ഗ്രാബ് ചെയ്യേണ്ടതുണ്ട്. ബിക്കോസ് അവർ അക്യുമുലേറ്റ് ചെയ്തത് തികഞ്ഞ് കാണത്തില്ല. അത് സ്ഥിരമായിട്ട് അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ പല സ്റ്റോക്കും ഉണ്ട്, പകുതി ക്വാണ്ടിറ്റിയിലിരിക്കുന്ന. ഞാൻ പകുതി ക്വാണ്ടിറ്റിയിൽ എടുത്തു, പക്ഷേ സ്റ്റോക്ക് പെട്ടെന്ന് പറന്നുപോയി. ഇപ്പോൾ ഈ ഇടയ്ക്കെടുത്ത് 1-2 സ്റ്റോക്സ് എൻ്റെ അങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതങ്ങ് പറന്നങ്ങ് പോയി. അപ്പോൾ തിരിച്ച് ഇതിനെ താഴത്തെ പ്രൈസിലേക്ക് കൊണ്ടുവന്നാലേ എനിക്ക് ബാക്കി ക്വാണ്ടിറ്റിക്ക് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വേറെ ആരെങ്കിലും വിൽക്കണം, മേളിലെത്തുമ്പോൾ ആരെങ്കിലും വിൽപ്പന നടത്തി കൊടുത്താൽ മാത്രമേ താഴെ എനിക്ക് എൻട്രി എടുക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റേതായ വഴി ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിലുണ്ട്. സോ ഞാൻ ഒരുപാട് ഡെപ്തിൽ പോകുന്നുണ്ട്. അപ്പോൾ അതിന് പല ടെക്നിക്സ് ഉണ്ട്. ഇപ്പോൾ ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഓൾറെഡി 7:30 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ എക്സിറ്റ് ചെയ്യിപ്പിച്ച് കൊണ്ടുവന്ന് അവരുടേതായൊരു കംഫർട്ടബിൾ ഏരിയ, എന്നെ സംബന്ധിച്ചിടത്തോളം അവരുടെ കംഫർട്ടബിൾ ഏരിയ ഈ ഒരു ഏരിയ ആയിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. 72, 350, 400. ബിക്കോസ് നമ്മളെല്ലാവരും ഉദ്ദേശിക്കുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിലായിരിക്കും. എന്നാൽ അവരുദ്ദേശിക്കുന്ന സപ്പോർട്ട് ഈ ഒരു സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്യിപ്പിച്ച് നമ്മളെ പാനിക്കാക്കിയിട്ട് ഇവിടെ നിന്നിട്ടായിരിക്കണം അവർ കയറാനുള്ള സാധ്യത. ഇങ്ങനെ സംഭവിക്കാതിരിക്കാം. ഇതൊന്നും ഒരു വിഷയമുള്ള ഒരു പരിപാടിയല്ല. മാർക്കറ്റ് ഇങ്ങനെ തന്നെയാണ്. മാർക്കറ്റ് വീഴുമെന്ന് എക്സ്പെക്റ്റ് ചെയ്തത് കൊണ്ട് തന്നെ ഞാൻ അവിടെ ഒരു പുട്ട് ഓപ്ഷൻ എടുത്ത് വെച്ചിരുന്നു. ഒറ്റ ട്രേഡ് എടുത്തിട്ടുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കണ്ടിന്യൂറ്റി ഉണ്ടായിരുന്നു. അതിന് വീണ്ടും ഫർദർ ക്വാണ്ടിറ്റി ആഡ് ചെയ്തു, ഫർദർ ക്വാണ്ടിറ്റി കട്ട് ചെയ്തു. ഏകദേശം 10ഓളം ഓർഡേഴ്സ് അവിടെ ട്രിഗർ ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാ ഡയറക്ഷനും ഒറ്റ ഡയറക്ഷനാണ്. ബിക്കോസ് ഈ ക്യാൻഡിലുകൾ ഓൾറെഡി സൂചിപ്പിച്ചു എനിക്ക് മേളിലോട്ട് കയറാൻ താല്പര്യമില്ല എന്നുണ്ട്. മേളിലോട്ട് കയറാൻ താല്പര്യമുള്ള ക്യാൻഡിലിൽ ഞാൻ CE ട്രേഡ് എടുക്കുന്നുണ്ടായിരിക്കും. ഇപ്പോൾ PE ട്രേഡ് നിങ്ങൾ കാണുന്നുണ്ടാവും. അവിടെ ഞാൻ ലിങ്ക്ഡിനകത്ത് എൻ്റെ ട്രേഡ്സും എൻ്റെ P&L ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഞാൻ അങ്ങനെ ഇടാറില്ല എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ലിങ്ക്ഡിൻ്റെ ലിങ്ക് വേണമെങ്കിൽ പോയി നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ട്രേഡ് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഓൾമോസ്റ്റ് ഡെയിലി ടാർഗറ്റ് ഹിറ്റ് ചെയ്തപ്പോൾ ഞാൻ അതിനെ സ്ക്വയർ ഓഫ് ചെയ്ത് കളയുകയും ചെയ്തു. അപ്പോഴേക്കും എത്തിയിട്ടില്ല, 24/7 റേഞ്ചിലൊക്കെ എത്തിയപ്പോൾ തന്നെ എൻ്റെ ടാർഗറ്റ് അടിച്ചു. പക്ഷേ വീണ്ടും അത് താഴേക്ക് വീഴുന്നു. ഓൾമോസ്റ്റ് 660 എന്ന് പറയുന്ന ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇനി അതിലേക്ക് കൂടുതൽ ഡെപ്തിലേക്ക് പോകുന്നില്ല. അപ്പോൾ കയ്യിലിരിക്കുന്ന നല്ല സ്റ്റോക്കുകളാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഹോൾഡ്. എൻ്റെ കയ്യിൽ റിലയൻസ് ഇരിപ്പുണ്ട്, HDFC ബാങ്ക് ഇരിപ്പുണ്ട്. ബൈയിങ് പ്രൈസിന് തൊട്ട് മേളിലേക്കാണ് അതൊക്കെ എന്ന് പറയുന്നത്. അത് താഴോട്ട് പോയാലും ഞാൻ അതിനെ കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. SB ഞാൻ ഉദ്ദേശിക്കുന്നതിന് താഴോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ എൻ്റെ ബൈയിങ് ലെവൽ 780 to 760 ഞാൻ താഴ്ത്തുവാണ്. 808 ആയിരുന്നു വെച്ചിരുന്നത്. താഴേക്ക് വരുമ്പോൾ ഞാനത് എടുക്കാനാണ് ഇപ്പോൾ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഫസ്റ്റ് അക്യുമുലേഷൻ വിൽ ബി ഓൺ 760 റേഞ്ചസ് എന്നുള്ളത് ആദ്യമേ പറയട്ടെ. അപ്പോൾ വേറൊന്നുമില്ല പ്രത്യേകിച്ച്. എല്ലാ സ്റ്റോക്സും നല്ല സ്റ്റോക്സാണ് കയ്യിലിരിക്കുന്നതെങ്കിൽ ഹോൾഡ് ചെയ്യാം. നല്ലതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ സെൽ ഓഫ് ചെയ്യാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പാർഷ്യലി സെൽ ഓഫ് ചെയ്യാം. മാർക്കറ്റ് യൂഷ്വൽ കറക്ഷൻ്റെ ഇടയിലാണ്, അല്ലാണ്ട് ഒരു പാനിക് സെൽ ഓഫ് അല്ല. ഇത് ഈ ഒരു ഏരിയയാണ് മാർക്കറ്റിനെ ബ്രേക്ക് ചെയ്യിപ്പിച്ചിട്ട് നമ്മളെ എക്സിറ്റ് ചെയ്യിപ്പിക്കാനുള്ളത് എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ കാൽക്കുലേഷൻ. അതെവിടെ നിന്ന് വേണമെങ്കിലും ബൗൺസ് ചെയ്യാം. ബിക്കോസ് ഞാൻ മാർക്കറ്റിനെ
എന്താണ് ഗണിച്ചു പറയുക എന്നുള്ളതല്ല ഞാൻ അവിടെ ഉദ്ദേശിക്കുന്നത്. എങ്ങനെ സംഭവിച്ചാലും അതിനനുസരിച്ച് റിയാക്ട് ചെയ്യുക. ഇനിയും ഒരു നെഗറ്റീവ് ക്യാൻഡിൽ വരുവാണെങ്കിൽ അവിടെ ഞാൻ മാർക്കറ്റിനെ ഷോർട്ട് ചെയ്യുന്നുണ്ടാവും. ഇനി ഇതിൽ നിന്ന് റിക്കവറി വരുവാണെങ്കിൽ ഞാൻ മാർക്കറ്റിൻ്റെ കൂടെ പോകുന്നുണ്ടാവും. സോ ഗോ വിത്ത് ദ ട്രെൻഡ്, ഡോൺ ഗോ ഓപ്പോസിറ്റ് ഓൺ ദാറ്റ് എന്നുള്ളത് മാത്രമേ എൻ്റെ മനസ്സിനകത്ത് എപ്പോഴും ഞാൻ പറയാറുള്ളൂ. ചിലപ്പോൾ തെറ്റിപ്പോകാറുണ്ട്, അന്നത്തെ ദിവസം ലോസിൽ കംപ്ലീറ്റ് ചെയ്ത് പോകാറും ഉണ്ട്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിഫ്റ്റിയുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിഫ്റ്റി സപ്പോർട്ട് ഏരിയയിലാണ്. നിഫ്റ്റിക്ക് ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞത് വെച്ച് നിങ്ങൾക്ക് ഒരുപാട് ലെവൽസ് കണ്ടുപിടിച്ചിട്ടുണ്ടാവും. 24,400 അടുത്ത് തൊട്ടടുത്തൊരു ലെവൽ വരെ ഇനിയും വേണമെങ്കിൽ കറക്റ്റ് ചെയ്യാം, ഇല്ല ഇവിടെ നിന്ന് വേണമെങ്കിൽ തിരിച്ചു പോകാം. സോ ഈ ഒരു ചെറിയൊരു ഗ്യാപ്പ് മാർക്കറ്റിൽ ഒരു വളരെ കൺസോൾട്ടേഷനുള്ള ഒരു ഏരിയ ആണ്. അതിനകത്ത് പ്രത്യേകിച്ചൊന്നും ട്രേഡ് ചെയ്യാനില്ല. അപ്പോൾ അടുത്ത് ട്രേഡ് ചെയ്യാനുള്ള ഏരിയ ഇതിന് മുകളിലേക്കാണ്. 25,100 മുകളിലാണ് എല്ലാ പുതിയ ഇക്വിറ്റി സ്റ്റോക്സും. ഞാൻ അവിടെ ഇട്ടിട്ടുള്ള വാച്ച് ലിസ്റ്റിനകത്ത് ഞാൻ ആ വാച്ച് ലിസ്റ്റ് ഇടുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞതാണ് 25,100 എന്നുള്ള ലെവലാണ് നമ്മുടെ മാർക്കറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. അതിന് മുകളിൽ ക്ലോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ട്രേഡ് എല്ലാം ട്രിഗർ ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. ഞാനും ഇതുവരെ എനിക്ക് ട്രിഗർ ആയിട്ടില്ല, എടുക്കും ആ ഒരു ട്രേഡ് എവിടെയെങ്കിലും ഒരിടത്ത്. ഒന്നുകിൽ ഇവിടെ വരുമ്പോഴായിരിക്കും ഞാൻ ട്രേഡ് എടുക്കുക, ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് തിരിച്ച് വരുമ്പോൾ ആ സ്റ്റോക്കിൽ നല്ല എൻട്രി ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനവിടെ എൻട്രി എടുത്തിട്ട് ഞാനവിടെ ഗ്രൂപ്പിനകത്ത് പറയുന്നതായിരിക്കും. എൻ്റെ എൻട്രി പ്രൈസ് ഞാനവിടെ പറയുന്നുണ്ടാവും. ഓക്കെ, വേറൊന്നുമില്ല. അപ്പോൾ ഈ നിഫ്റ്റിയുടെ ലെവൽസ് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. സ്റ്റോക്സ് എല്ലാം കീപ്പ് ചെയ്യാം, ആവശ്യമില്ലാത്ത സ്റ്റോക്സ് പാർഷ്യലി എക്സിറ്റ് ചെയ്യാം. ഇഫ് ഇറ്റ് ബ്രേക്സ് ദിസ് ലെവൽ ഓർ 5% ഓഫ് യുവർ SL ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പാർഷ്യലി എക്സിറ്റ് ചെയ്ത് പോകാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മൾ പറഞ്ഞ സ്റ്റോക്കിനകത്ത് അങ്ങനെ ഇല്ല. അവിടെ എൻട്രിയും വന്നിട്ടില്ല, എക്സിറ്റും വന്നിട്ടില്ല. എൻട്രി വരാൻ കുറച്ചുകൂടെ സമയം എടുക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ 11-12 മിനിറ്റ്സ് ആയിട്ടുണ്ട്. സോറി ഫോർ ദറ്റ് ലോങ് ടൈം, ബിക്കോസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് ആർക്കും അധികം അറിയത്തില്ല ഇവിടെ ഗ്രൂപ്പിനകത്തുള്ള. സോ അതിൻ്റെ ബേസിക്സ് എങ്കിലും പറഞ്ഞു തരണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ബേസിക്സ് പറഞ്ഞു തന്നു എന്നുള്ളത് മാത്രമേ. ഇൻ ഡെപ്തിൽ പറയാനാണെങ്കിൽ ഒരു മണിക്കൂറിന് മേലെ സംസാരിക്കാനുള്ള ടോപ്പിക് ഉണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. സോ അവിടെ നിന്നോട്ടെ, കാര്യങ്ങൾ എത്രയേ ഉള്ളൂ. പിന്നെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്, അങ്ങനെ ഒരു ഡിസിഷൻ അവിടെ കിടക്കുന്നുണ്ട്. വളരെ ലിമിറ്റഡ് സീറ്റായിരിക്കും. സാധാരണ ഓപ്പൺ ആയിട്ട് 10, 20, 25 പേരുടെയൊക്കെ ബാച്ചസ് പോകാറുണ്ടായിരുന്നു. ഇപ്രാവശ്യം അതില്ല, ലിമിറ്റഡ് നമ്പർ ഓഫ് സീറ്റ്സ് മാത്രമേ ഉള്ളൂ. ബിക്കോസ് എനിക്ക് സ്റ്റുഡൻസിൻ്റെ ഉള്ളിൽ ഫോക്കസ് വേണം എന്നുള്ളത് മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. നമ്പർ കൂടുമ്പോൾ അങ്ങനെ ഒരു ഫോക്കസ് കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ നമ്പർ കട്ട് ചെയ്യുകയാണ്. ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ പിന്നീട് പറയാം. ആവശ്യമുള്ളവർക്ക് എന്നെ പേഴ്സണലി എൻ്റെ ചാറ്റിൽ കോൺടാക്റ്റ് ചെയ്യാം. ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് പറയുന്നുണ്ടാവും. അഫോർഡബിൾ പ്രൈസ് ആയിരിക്കും. വിത്ത് അതിന് നിങ്ങളുടെ സാലറീഡ് പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾക്ക് 2 EMI ആയിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനും അവിടെ ഉണ്ടാവും. സോ ഒരു മാസത്തെ ഒരു നല്ലൊരു പ്രോഫിറ്റിൻ്റെ നല്ലൊരു ലോസിൻ്റെയോ കാശേ വരുന്നുള്ളൂ. നിങ്ങൾക്കിത് ലൈഫ് ലോങ് പഠിച്ച് സെറ്റാവാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞു തരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. എത്ര ഡെപ്തിലായിരിക്കും, എത്ര സീരിയസ് ആയിട്ടായിരിക്കും ഈ ക്ലാസ്സസ് നിങ്ങൾക്ക് പഠിപ്പിച്ച് തരിക എന്നുള്ളത്. അത്രയേ ഉള്ളൂ. അപ്പോൾ ആവശ്യമുള്ളവർക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. ടേക്ക് കെയർ, ട്രേഡ് സേഫ്, ബൈ.